As you all have noticed, our beloved John Sir leads the Sunday school in a very calm, composed manner and places implicit trust in God for every need. We are thankful to God for you, sir. Reverend Sam Matthew K., our vicar and the president of the Sunday school, has been a true blessing to us. Achin's innumerable initiatives, from setting apart a specific time for Sunday school before church to the idea of a Christmas program for Sunday school children, will always be remembered with gratitude. May I invite Sam Achin to share a few thoughts this evening. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി റവറൻഡ് ഫാദർ ലിജു തോമസ് അച്ഛൻ, കൊച്ചമ്മ മോൻ, സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ശ്രീ ജോൺ തോമസ് കെ, ബഹുമാനപ്പെട്ട സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, സഭയുടെ കൈക്കാരന്മാർ, സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി അംഗങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ വർഷം മുതലാണ് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ക്രിസ്മസ് പ്രോഗ്രാം നമ്മൾ നടത്തി. ഒരു കാര്യം പ്രോഗ്രാം മുമ്പ് തന്നെ ഞാൻ പറയട്ടെ, കഴിഞ്ഞ വർഷത്തെക്കാളും ഒരു പടി കൂടെ മുമ്പോട്ട് നിൽക്കുന്നതായിരിക്കും ഈ വർഷത്തെ പ്രോഗ്രാം. അത് ഇന്ന് ഈ ദേവാലയം അലങ്കരിച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഇതിന് പിന്നിൽ ഒരു വലിയ എഫേർട്ട് ഉണ്ട് എന്നതിൽ സംശയമില്ല. കഴിഞ്ഞ ചില ആഴ്ചകളായി ഞങ്ങളുടെ സന്തോഷം ഇതായിരുന്നു. സൺഡേ സ്കൂൾ സെക്രട്ടറി വിളിച്ചു പറയും, അച്ഛ ഇന്ന് 6 o'clock പ്രാക്ടീസ് ഉണ്ട്. 6 o'clockന് മുമ്പ് തന്നെ കലപില ശബ്ദത്തോടുകൂടെ വലിയ ആരവത്തോടെ സന്തോഷത്തോടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ദേവാലയത്തിലേക്ക് വരുന്ന കാഴ്ച. സത്യത്തിൽ ഈ 2-3 ആഴ്ച കൊണ്ട് നമ്മുടെ ടീച്ചേഴ്സൊക്കെ നന്നായിട്ടൊന്ന് മെലിഞ്ഞിട്ടുണ്ട്. കഠിനമായി അവർ അധ്വാനിച്ചു. അതിൻ്റെ പ്രതിഫലം ദൈവം കൊടുക്കുന്നത് വിറ്റ്നസ് ചെയ്യുവാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആദ്യമായി തന്നെ വിവിധ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും, അതോടൊപ്പം തന്നെ അവരെ പരിശീലിപ്പിച്ച അധ്യാപകർക്കും പ്രത്യേകമായ എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും ഞാൻ ആശംസിക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റായിട്ട് ആരെ ക്ഷണിക്കണമെന്ന് ചിന്തിച്ചപ്പോഴാണ് എപ്പോഴും സുസ്മരവദനായി ഈ ക്യാമ്പസിൽ കണ്ടു തുടങ്ങിയ പ്രിയപ്പെട്ട ലിജു അച്ഛൻ്റെ കാര്യം ഓർമ്മയിൽ വന്നത്. സെന്റ് ഗ്രിഗോറിയോസ് മഹാഇടവകയുടെ ശുശ്രൂഷകൻ പട്ടക്കാരൻ എന്ന നിലയിൽ ഒരുപാട് തിരക്കേറിയ ദിവസമാണ്. പ്രത്യേകിച്ച് അവരുടെ അഹമ്മദാബാദ് ഡയോസിസിന്റെ, ബോംബെ ഡയോസിസിന്റെ ചുമതലയുള്ള മെത്രാപ്പൊലീത്ത തിരുമേനി ഇവിടെ ഉള്ള സമയം ഞങ്ങൾ ആവശ്യപ്പെട്ടു, അച്ഛ കുടുംബമായി ഫുൾ ടൈം ഇരിക്കാമെങ്കിൽ അതിന് പ്രത്യേകമായി ഞങ്ങൾ ഇടവക വികാരി ജോസച്ചനെ പോയി കണ്ടു. വന്നപ്പോൾ ലിജുച്ചൻ പറഞ്ഞു, എമർജൻസി ഫോൺ കോൾ ഒന്നും വന്നില്ലെങ്കിൽ ആദ്യോടന്തം ഇവിടെ ഉണ്ടാകുമെന്ന്. അത് നമുക്ക് വലിയൊരു നന്മയാണ്, അനുഗ്രഹമാണ്. അച്ഛനെയും കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛന് OVPS വിവിധ തലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വം വഹിച്ചിട്ടുള്ള വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളോട് ഇടപെടുന്ന കാര്യത്തിൽ തക്ക ഒരാളെയാണ് ദൈവം നമുക്ക് ഒരുക്കിയത്. അച്ഛനിലൂടെ നല്ലൊരു ക്രിസ്മസ് സന്ദേശം നമുക്ക് ലഭിക്കാം. ഒരു കൊച്ചു കഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. നമ്മുടെ ഈ വർഷത്തെ തീം എന്താണ് ഈ പ്രോഗ്രാമിന്റെ? ഉറക്കെ പറഞ്ഞേ, സ്റ്റാർ ഓഫ് ബെത്ലഹേം. സ്റ്റാർ എവിടെയാ കാണുന്നേ? ഈ സ്റ്റാർ അല്ല, in the sky, day or night? Only night. Daytime ഇവർ കിടന്ന് ഉറങ്ങും. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഇവര് ഉറങ്ങും. നമ്മൾ ഉറങ്ങുമ്പോൾ സ്റ്റാർസ് വർഷങ്ങളായി പ്രകാശിക്കുന്ന ഒന്നാണ് സ്റ്റാർ. ഒരിക്കല് ഒരു സ്റ്റാറിന് തോന്നി, എൻ്റെ ഈ പ്രഭ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ റേഡിയൻസ്, എൻ്റെ ഈ ലൈറ്റ് അത് മങ്ങുന്നല്ലോ. കൂട്ടുകാരൻ സ്റ്റാറിനെ ചോദിച്ചോടാ, തോമസ് സ്റ്റാറെ നീ ഒന്ന് നോക്കിക്കേ, എൻ്റെ വെട്ടം കുറയുന്നുണ്ടോ? അപ്പം പുള്ളി പറഞ്ഞു, തോമ പറഞ്ഞു, എടാ ഞാനത് അങ്ങോട്ട് 2
ഞായറാഴ്ചയായിട്ട് പറയാനിരിക്കുക, നിന്റെ വെട്ടം കുറയുന്നു. ആ സ്റ്റാർ പറഞ്ഞു, പണ്ട് യേശു കർത്താവ് ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ വഴികാട്ടിയായി ഞാൻ നടന്നതാ. അന്ന് എനിക്ക് എന്തൊരു പ്രഭയായി. ഇന്ന് എന്റെ വെട്ടം കുറയുന്നല്ലോ. നിരാശയായി. അങ്ങനെ മദർ മൂണിന്റെ അടുത്ത് ചെന്നു, മമ്മി, എന്റെ വെട്ടം കുറയുന്നു. എന്താ അതിന്റെ കാരണം? ഞാന് ദിവസം തോറും മരിക്കുകയാണോ? മദർ മൂൺ പറഞ്ഞു, ഡോണ്ട് വറി മൈ ചൈൽഡ്. നീ കുറെ നാളായില്ലേ ഭൂമിയിലോട്ട് പോയിട്ട്, നീ കുറെ നാളായില്ലേ പ്രകാശം പരത്തിയിട്ട്, നീ കുറെ നാളായില്ലേ ആളുകളെ സന്തോഷിപ്പിച്ചിട്ട്. യു ട്രൈ വൺ മോർ ടൈം. അങ്ങനെ ഈ നക്ഷത്രം ഒരു രാത്രിയിൽ ഭൂമിയിലേക്ക് വന്നു. ഇങ്ങനെ ഒരു തെരുവിന്റെ മുകളിലൂടെ ഈ നക്ഷത്രം ഇങ്ങനെ പോകുമ്പോൾ ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും, നമുക്ക് അവരെ എന്താ പേര് വിളിക്കണ്ടേ? എന്തെല്ലാം ബെഞ്ചമിൻ എന്ന് വിളിക്കാം. ഒരു സഹോദരി, ബെഞ്ചമിന്റെ സഹോദരനാ. ഒരു സഹോദരിയുടെ പേര് പറഞ്ഞേ ഇവിടെ. മേരി. ടീച്ചറാ മോനെ. നമ്മുടെ ഇവിടെ ഇല്ലാത്തൊരു കുഞ്ഞു പേരുണ്ട് അല്ലെ, നൈല. നാട്ടില നൈല മോളെന്ന് വിളിക്കും. ആ കുഞ്ഞുങ്ങളുടെ സംസാരം ഈ സ്റ്റാർ ശ്രദ്ധിച്ചു. അവര് പറയുകയാണ്, നമ്മുടെ മമ്മി ഒന്ന് ചിരിച്ചു കണ്ടിട്ട് എത്ര നാള്. കാരണം ചില മാസങ്ങൾക്ക് മുമ്പ് അവരുടെ ഡാഡി അവരെ വിട്ടുപോയി. അതിനുശേഷം ഈ മമ്മി പുഞ്ചിരിച്ചിട്ട് അവർ പറയുകയാണ്, ദിസ് ഈസ് ക്രിസ്മസ് ഈവ്. നമ്മുടെ ഒരു ക്രിസ്മസിന് ഇങ്ങനെ ആയിരുന്നില്ല. ഡാഡി ഉണ്ടായിരുന്നപ്പോൾ എന്ത് സന്തോഷമായിരുന്നു നമ്മുടെ മമ്മി. ഹൗ we can make her laugh again. ഇത് കേട്ടപ്പോൾ ഈ നക്ഷത്രം പതുക്കെ ആ വീട്ടിനകത്തേക്ക് ചെന്നു. കോർണറില് ഒരു ക്രിസ്മസ് ട്രീ വിത്തൗട്ട് എനി ലൈറ്റ്. ആ നക്ഷത്രം അതിന്റെ മുമ്പിൽ നിന്ന് അതിന്റെ തലപ്പത്ത് പോയി, ഏറ്റവും ടോപ്പിൽ പോയി പതുക്കെ 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 പ്രകാശിക്കാൻ തുടങ്ങി. ഈ വെളിച്ചം കണ്ട് കുഞ്ഞുങ്ങൾ വീടിനകത്തേക്ക് വന്നു. ഈ വെളിച്ചം കണ്ട് മമ്മി ബെഡ്റൂമിൽ നിന്ന് കണ്ണൊക്കെ തുടച്ചു വന്നു. ഈ നക്ഷത്രം പതുക്കെ ഒരു പാട്ട് തുടങ്ങി, സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ്. ഇത് പാടുന്തോറും നക്ഷത്രത്തിന്റെ പ്രകാശം കൂടി. ആ പ്രകാശം മമ്മിയുടെ മുഖത്തേക്ക് വന്നു, കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് വന്നു, ബെഞ്ചമിന്റെ മുഖത്തേക്ക് വന്നു, നൈലാമോളുടെ മുഖത്തേക്ക് വന്നു. ആ കുഞ്ഞുങ്ങൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ അവർ കാണുന്ന കാഴ്ച, ഈ മമ്മി ആഫ്റ്റർ ഫ്യൂ മന്ത്സ് ഷീ സ്റ്റാർട്ടഡ് സ്മൈലിംഗ്. വലിയ സന്തോഷം. നക്ഷത്രം അവിടെ നിന്ന് യാത്ര ചെയ്തു. നക്ഷത്രം നോക്കി, ആ എന്റെ പ്രകാശം കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ചെന്നപ്പോൾ ഒരു പള്ളിയുടെ മുമ്പിൽ സ്റ്റെപ്പിൽ ഒരു കുഞ്ഞ് ബാലൻ ഇരിക്കുക. ആ കുഞ്ഞു ബാലൻ വളരെ നിരാശയിലാണ്. എന്താ കുഞ്ഞെ ഇവിടെ നിരാശയിലിരിക്കുന്നത്? ആ മോൻ പറഞ്ഞു, ഞങ്ങളുടെ പള്ളിക്കകത്ത് സൺഡേ സ്കൂൾ ക്രിസ്മസ് പ്രോഗ്രാം നടന്നു. എനിക്ക് നല്ല ഡ്രസ്സില്ല, എനിക്ക് ഒരുക്കാൻ ആരുമില്ല, എനിക്ക് അതിന്റെ ഒരു പാർട്ടുമില്ല. എന്റെ ഫ്രണ്ട്സ് എല്ലാം വിവിധ പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നു. അവരെല്ലാം നല്ല ഉടുപ്പൊക്കെ ഇട്ട് നല്ല സന്തോഷത്തിലാണ്. ഈ നക്ഷത്രം അവന്റെ അടുത്തേക്ക് ചെന്നു. അവനിലേക്ക് തന്റെ പ്രകാശം പതിപ്പിച്ചു. അവനിട്ട മങ്ങിയ നിറമുള്ള ഡ്രസ്സ് നല്ല തിളങ്ങുന്ന ഉടുപ്പായി മാറി. അവന്റെ മുഖത്തെ ആ മ്ലാനതയും ദുഃഖവും എല്ലാം മാറി. സ്റ്റാർ പറഞ്ഞു, നീ പോ, കൂട്ടുകാർ നിന്നെ സ്വീകരിക്കും. ഇങ്ങനെ തിളങ്ങുന്ന വസ്ത്രവുമായി ആലയത്തിലേക്ക് വന്നപ്പോൾ അവന്റെ അധ്യാപകരും പ്രധാന അധ്യാപകനും അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്നു. സ്റ്റാർ ആ പള്ളിയുടെ ജനലിൽ കൂടെ നോക്കിയപ്പോൾ ആ മോൻ ആ നക്ഷത്രങ്ങളെ, തിളങ്ങുന്ന നക്ഷത്രത്തിന്റെ വെളിച്ചത്തിൽ ആ വലിയ സന്തോഷത്തിന്റെ ഭാഗമായി അവൻ ചിരിച്ചുല്ലസിക്കുന്നത്. നക്ഷത്രം പിന്നെ മുമ്പോട്ട് പോയി. ചെന്ന് നിന്നത് ഒരു വലിയ വനത്തിൽ. ഒരുപാട് വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. അതിനിടയ്ക്ക് ഒരു കൊച്ചു മരം ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നിരാശയോടെ കിടക്കി. ഈ മരം പറഞ്ഞു, കഴിഞ്ഞ വർഷം വരെയും കഴിഞ്ഞ ക്രിസ്മസിൽ ഞാൻ വളരെ ആകർഷകമായി ഇവിടെ നിന്നതാണ്. ഐ എം ഡൈങ്. ഇന്ന് എനിക്ക് ജീവനില്ല, എന്റെ ബ്രാഞ്ചസ് എല്ലാം തളർന്നു. ഈ നക്ഷത്രം
ആ മരത്തിന്റെ മുകളിലേക്ക് ചെന്നു. പെട്ടെന്ന് ആ മരം വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. മരത്തിലുള്ളതായിരിക്കുന്ന മൃഗങ്ങളെല്ലാം ആ മരത്തിലേക്ക് കൂടി വന്നു. പെട്ടെന്ന് ഈ മരത്തിന് ജീവൻ വെച്ചു. ആ മരത്തിൽ തോന്നി, ഞാനാണ് ഇപ്പോൾ ഏറ്റവും ടാളസ്റ്റ് ട്രീ ഇൻ ദിസ് ഫോറസ്റ്റ്. ഇത് കണ്ട അണ്ണാറക്കണ്ണനും മറ്റ് മൃഗങ്ങളും പക്ഷികളും കിട്ടിയ ഫലങ്ങളും തോരണങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഈ ഒരു ട്രീയെ സുന്ദരമാക്കി. നക്ഷത്രത്തിന്റെ വെളിച്ചത്തിൽ ഈ വൃക്ഷം വെട്ടിത്തുടങ്ങി. നക്ഷത്രം അത് സ്വയം നോക്കിയപ്പോൾ, യേശു ജനിച്ചപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ വഴികാട്ടിയായി വിദ്വാൻമാരുടെ മുമ്പാകെ പ്രകാശിച്ചത്, അതേ പ്രകാശം എനിക്ക് തീർച്ചു. സ്റ്റാർ ഓഫ് ബെത്ലഹേം. ഇന്ന് പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളിവിടെ പാട്ട് പാടുമ്പോഴും ഡാൻസ് പ്രസന്റ് ചെയ്യുമ്പോഴും മറ്റ് പ്രോഗ്രാംസ് അവതരിപ്പിക്കുമ്പോഴും ഇവിടെ വന്നിരിക്കുന്നവരിൽ ചില ടെൻഷനോടെ വന്നിരിക്കുന്നു. സാലറി കിട്ടിയിട്ട് കുറെ നാളായി, വിസയുടെ പ്രോബ്ലം, കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറിനെ ഓർത്ത് ഭാരപ്പെടുന്നു. പല പ്രയാസത്തോടെ വന്ന് എങ്കിലും പുഞ്ചിരിയോടെ ഇരിക്കുക. ഇവരെ സന്തോഷിപ്പിക്കുക, ഇവരെ ആനന്ദിപ്പിക്കുക, ഇവരുടെ വേദനകൾ മാറുവാൻ നമ്മുടെ പ്രായമുള്ള നമ്മുടെ മെമ്പേഴ്സ്, maybe including your teachers, including your അച്ഛൻ, ഞങ്ങളൊക്കെ സന്തോഷിപ്പിക്കുവാൻ കൊച്ചു നക്ഷത്രങ്ങളായി ഇന്ന് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. At the end of this program, we will change the name, the title of this program from the Star of Bethlehem to the Star of Muscat. Star of Muscat. ദൈവകൃപയാൽ ഒരുപാട് വെട്ടിത്തിളങ്ങുന്ന കഴിവുകളും ടാലന്റുകളുമുള്ള ഒരുപാട് നക്ഷത്രങ്ങളാണ് നമ്മുടെ മുമ്പാകെ വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഞങ്ങളെ സന്തോഷിപ്പിക്കുക. അതിലൂടെ കർത്താവിന്റെ ആ വലിയ പ്രകാശം പരത്തുന്ന നക്ഷത്രങ്ങളായി നിങ്ങൾ മാറുക. നിങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്ന ഓരോ പ്രോഗ്രാമും നിങ്ങളോട് തന്നെ സംസാരിക്കും. ഞാൻ VBSന് വളരെ ചെറുപ്രായം ഞങ്ങൾ ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും സ്കിറ്റ് കളിച്ചു. ഞാനായിരുന്നു ദാവീദ്. വലിയ വണ്ണമുള്ള ഒരു മുട്ടൻ ഒരു പയ്യനായിരുന്നു ഗോലിയാത്ത്. അപ്പൊ പഠിപ്പിച്ചപ്പോൾ ഗോലിയാത്ത് മരിച്ചു വീണിങ്ങനെ പുറകോട്ട് വീഴണം, എങ്കിൽ മാത്രമേ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് പോലെ ഗോലിയാത്തിന്റെ വാളെടുത്ത് എനിക്ക് ഈ ഗോലിയാത്തിനെ കൊല്ലാൻ പറ്റൂ. ദാവീദ് കഷ്ടകാലത്തിന് ഇവൻ മലന്നടിച്ചു വീണു, വാൾ ഇവന്റെ അടിയിലായി. ഞാൻ പിടിച്ചിട്ടൊന്നും മാറുന്നില്ല. ഞാൻ പറഞ്ഞു, എടാ മാറണം, എനിക്ക് വാളെടുക്കണം. അതൊക്കെ പറഞ്ഞു. ഈ ഗോലിയാത്ത് അവൻ പറഞ്ഞു, ഞാൻ ചത്ത് കിടക്കും. സാർമാർഗം പ്രയാസമായി എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് എനിക്കൊരു ബുദ്ധി തോന്നി. ഈ ഗോലിയാത്തിന്റെ കുന്തം അവിടെ കിടപ്പുണ്ട്, സോടടിയിലായി, പക്ഷെ കുന്തം കിടപ്പുണ്ട്. ഞാൻ ആ കുന്തം എടുത്ത് ഇവനെ എന്റെ അരിശ മുഴുവൻ തീർത്ത് ഞാൻ കുത്തി. അന്നാ എനിക്ക് മനസ്സിലായത്, ഒരബദ്ധം സംഭവിച്ചാൽ എങ്ങനെ പിടിച്ചു നിൽക്കാം. അതിന്ന് എന്റെ പട്ടത്ത ശുശ്രൂഷയിൽ എനിക്കൊരു ബലമായി. കഴിഞ്ഞ 3 വർഷം നിങ്ങൾ കണ്ടത് ആ പരിപാടി. അതെന്നെ ഒരുപാട് ബലപ്പെടുത്തി. കാരണം ദാവീദ് പറഞ്ഞ അന്നൊരു ഡയലോഗ് ഉണ്ട് കേട്ടോ, ഞാൻ വരുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ. അതെന്നെ ഒരുപാട്. മറ്റൊരിക്കലൊരു ഈ വേദപുസ്തക വാക്യം പറഞ്ഞ ഞങ്ങൾ ആക്ട് ചെയ്യും. എനിക്ക് കിട്ടിയ വാക്യം, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. മതിൽ അന്ന് ചാടിക്കാൻ, പിന്നെ പള്ളിയുടെ ബെഞ്ച് ചാടാൻ തുടങ്ങി. ഇന്ന് ചാടി 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 മസ്കറ്റ് വരെ വന്നു. ഇനി മസ്കറ്റിൽ നിന്ന് നാട്ടിലേക്ക് അടുത്ത ചാട്ടത്തിന് വരും. ഈ കൊച്ചു നിങ്ങളുടെ പ്രോഗ്രാംസ്, ഇറ്റ് വിൽ ടച്ച്. അത് നിങ്ങളെ ഒരു നക്ഷത്രമാക്കി മാറ്റട്ടെ. എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. യു ആർ ദ സ്റ്റാർസ് ഓഫ് മസ്കറ്റ്. ഗോഡ് ബ്ലെസ് യു ആൾ.